അത് ശരി. അപ്പൊ അത് എന്നോട് പറയാതിരിക്കണമെങ്കിൽ അത് രാജേശ്വരിയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. ദേ നോക്കിയേ, ചേച്ചിയുടെ ഈ കണ്ണില് നോക്കി അറിയാം കള്ളത്തരം. ആ രാജേശ്വരി ഈ മുറ്റത്ത് കാല് ചവിട്ടിയപ്പോ മുതല് അമ്മയുടെ മുഖത്തൊരു പരിഭ്രമവും ഭയവും ഞാൻ കണ്ടത്. ഇനിയിപ്പോ രാജേശ്വരിക്ക് മുന്നിൽ കരഞ്ഞ് കരുണ യാചിക്കാനാണ് അമ്മ പോയതെങ്കിൽ ഇന്നിവിടെ എന്തെങ്കിലും നടക്കും. ഞാൻ കാണിച്ചു തരാം എന്താന്ന്. മോളെ, നീ ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും പോകണ്ട. ശാലിനി, ശാലിനി അവിടെ നിൽക്കാൻ. എന്താ ശാരദാമ്മ ഇനിയും മടിച്ചു നിൽക്കുന്നത്? വാ, വന്നെന്റെ കാല് പിടിക്ക്, കരഞ്ഞു മാപ്പ് ചോദിക്ക്. അത് കണ്ട് മനസ്സലിവ് തോന്നിയാൽ മാത്രം ആ 10 ലക്ഷം രൂപയെന്നല്ല, നിന്റെ വീടും സ്ഥലവും എല്ലാം വിട്ടു തന്നിരിക്കും ഈ രാജേശ്വരി. ഇപ്പൊ മനസ്സിലായില്ലേ? ആകാശങ്ങളിൽ ഇരിക്കുന്ന ദേവീദേവന്മാരല്ല, ഈ ഭൂമിയിൽ കാൽ ചവിട്ടി നിൽക്കുന്ന രാജേശ്വരി ഗോപാലകൃഷ്ണനാ ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതം തീരുമാനിക്കുന്നത്. വാ, വന്നീ കാൽക്കൽ വീണു. മാപ്പ് നൽകുന്നതിനെ പറ്റി അപ്പ ആലോചിക്കാം. തരുന്നോ അതോ പുറത്തു പോകുന്നോ? ഇപ്പം നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ ഒരിക്കലും തിരിച്ചു വരരുത്. എന്തു പറയുന്നു? ഒപ്പിട്ട് തരില്ല. കണ്ടോ ഗോപാലേട്ടാ, എന്ത് അഹമ്മദിയാ ഇവർക്കെന്ന്? നമ്മൾ കൊടുത്ത 10 ലക്ഷം ഇല്ല, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വീടൊഴിയാനും തയ്യാറല്ലെന്നാ ഇവര് പറയുന്നത്. ശാരദേ, രാജേശ്വരിയെ നിനക്ക് അറിയാഞ്ഞിട്ടാ. മര്യാദയ്ക്ക് മുദ്രപത്രത്തിൽ ഒപ്പിട്ടിട്ട് പോയിക്കോ. ഇല്ലെങ്കിൽ സമാധാനമെന്ന് പറയുന്നത് നീ അറിയില്ല നിന്റെ ജീവിതത്തിൽ. വരുമ്പോഴായിരിക്കും. അന്ന് നിങ്ങൾക്ക് എന്റെ കാല് പിടിക്കേണ്ടി വരില്ല. പകരം എന്റെ കാല് കഴുകിയ വെള്ളം കുടിപ്പിക്കും ഞാൻ നാലിനി. ഇതൊരു ചാലഞ്ചാ. ഇപ്പോഴേ മനസ്സിൽ എഴുതി വെച്ചിട്ട് വേണം പോകാൻ.
ഹലോ ശാലിനി, നീ എവിടെയാ? പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ, അമ്മ എത്തിയിട്ടുണ്ട്. എത്തിന്നോ? അതെ, ഞാൻ പറഞ്ഞില്ലേ ശാന്തേച്ചിയുടെ അടുത്ത് പോയതായിരിക്കുന്നു. അമ്മ അങ്ങോട്ട് തന്നെയാ പോയത്. നീ ഇനി ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി. ആ ശരി ശരി. ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കലൊന്നും വിഷ്ണുവിന്റെ അജണ്ടയിലില്ലേ? ഉള്ളത് കുട്ടിയോട് കുറച്ച് വർത്താനം പറയാനാ. പണ്ട് എനിക്ക് നേരെ നടത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടി. എന്ത് മറുപടി? ദേ, നിങ്ങളുടെ പതിവ് നമ്പറൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇതേ ആള് വേറെയാ. അതറിയാം. ആള് വേറെ ആയതുകൊണ്ട് മാത്രമാണ് അന്വേഷിച്ച് മറുപടി പറയാൻ വേണ്ടി വന്നത്. ദേ, കുട്ടി എന്റെ മറുപടി അറിയിക്കുന്നു എന്ന് തോന്നി, അതുകൊണ്ട് മാത്രം. എന്നെ കുറിച്ചുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് കരുതി, അത്ര തന്നെ. നിക്ക് നിക്ക് നിക്ക്. കുട്ടി എനിക്ക് പറയാനുള്ളത് കേക്കാദ്യം. അതെ, കുട്ടി പറഞ്ഞ പോലെ പെണ്ണെന്ന് എഴുതി കാണിച്ച പിന്നാലെ പോകുന്ന ഒരു വായ നോക്കിയൊന്നുമല്ല ഞാൻ, മനസ്സിലായ? കുട്ടി അങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം ഞാൻ പോലും അറിയാത്ത ഒരു കല്യാണാലോചനയാണെന്നും എനിക്ക് മനസ്സിലായി. ബ്രോക്കർ മുരുകണ്ണം കൊണ്ടുവന്ന ഒരു കല്യാണാലോചന. ദേ, 1.5 വർഷം മുമ്പ് എനിക്കൊരു ആലോചനയ്ക്കായിട്ട് അമ്മ ഫോട്ടോ ബ്രോക്കർ മുരുകന്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അയാൾ 5-8 വർഷം മുമ്പ് തൊട്ട് കയ്യിലുള്ള കുറെ ഫോട്ടോകളുടെ കൂട്ടത്തിൽ എന്റെയും കാണിച്ചു. ഞാനോ എന്റെ അമ്മയോ അറിയാതെ. അതിന് ഞാൻ ഉത്തരവാദിയല്ല. പിന്നെ പണ്ടൊരു കുട്ടിയെ വഴിയരികിൽ എന്നോടൊപ്പം കണ്ടത്. അതൊരു ഫാമിലി ഫ്രണ്ടാ, ഒരു വട്ട് പെണ്ണ്. അവളുടെ വ്യാമോഹം മാത്രമാണ് എന്നെ കല്യാണം കഴിക്കുന്നു പറയുന്നത്. ഒരിക്കലും നടക്കില്ലത്. ഞാൻ മനസ്സ് കൊടുത്തിരിക്കുന്നതേ മറ്റൊരാൾക്കാ. ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അല്ല, കുറെ നേരം ആയല്ലോ എന്നെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നു. ഇയാൾ എന്തിനാ ഇപ്പൊ എന്നോട് ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കള്ളം. എന്തിനാ പറയുന്നതെന്ന് ശാലിനിക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. അതിപ്പോ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന്. പക എപ്പോഴും ഈ മുഖത്ത് കാണാം. ഒട്ടും സുരക്ഷിതല്ലാന്ന് തോന്നുമ്പോഴതുണ്ടാവുന്ന കയ്യിലുള്ളതെല്ലാം കൈവിട്ട് പോന്നുള്ള പേടി. ഇനി അത് വേണ്ടാന്ന് പറയാൻ കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ വന്ന് ഇത്രയും. അപ്പോഴേ എന്റെ ഫോട്ടോ എന്തോ കാര്യം പറഞ്ഞ് കുട്ടി വാങ്ങിച്ചു വെച്ചിരിക്കാന്ന് മുരുകണ്ണം പറഞ്ഞു. അതവിടെ ഇരുന്നോട്ടെ. ദേ, കളഞ്ഞേക്കരുത് കേട്ടോ. സൂക്ഷിച്ചാ മതി. പോട്ടെ. ടാറ്റാ.
അളിയനെയാണെങ്കിൽ അടിക്കൂല, ഞാനാണെങ്കിൽ എപ്പം എത്ര കിട്ടിയെന്ന് ചോദിച്ചാ മതി. അതാണ് പ്രശ്നം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ചെന്ന് നോക്ക്. അല്ല രാജേശ്വരി, ശാരദ കാല് പിടിച്ചിരുന്നെങ്കിൽ നീ അവർക്ക് ആ വീടും സ്ഥലവും വിട്ടുകൊടുക്കുമായിരുന്നോ? ആ കുടുംബശ്രീ ഹോട്ടൽ ഉൾപ്പെടെ. വിട്ടുകൊടുക്കാനോ? ഞാനോ? അതിനീ രാജേശ്വരി വേറെ ജനിക്കണം. കാല് പിടിച്ചിരുന്നെങ്കിൽ ആ കാല് കൊണ്ട് തന്നെ അവളുടെ മുഖമടച്ചൊന്ന് കൊടുത്തേനെ ഞാൻ. കാൽ കീഴിലിട്ട് ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ചാലും അവളോടുള്ള ദേഷ്യം തീരില്ല എനിക്ക്. അല്ല ചേച്ചി, അവരിനെ എങ്ങനെങ്കിലും 10 ലക്ഷം രൂപ സംഘടിപ്പിച്ചോണ്ട് വന്നാലോ? അപ്പൊ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആയി പോവൂലേ? എങ്ങനെ സംഘടിപ്പിക്കുമെന്നാടാ നീ ഈ പറയുന്നേ? നേരം വെട്ടം വീണ് ഇരുട്ട് വീഴും വരെ നാട്ടുകാരുടെ എച്ചിൽ പാത്രം കഴുകിയിട്ട് അവൾ എന്ത് സമ്പാദിക്കാനാ? 4 വയറ് കഴിയണ്ടേ? അതിനു പുറമെ വിക്രമാദിത്യന്റെ തോളിലെ വേതാളം പോലെ 2 ജോലിക്കാരികളുടെ കുടുംബം വേറെയും കിടക്കല്ലേ അവിടെ? അല്ല രാജേശ്വരി, അവളിനി പണം എവിടെന്നെങ്കിലും പലിശക്കെടുക്കുകയാണെങ്കിലോ? സ്വന്തമായി വീടും കുടിയും ഇല്ല, കിടപ്പാടും ഇല്ല. അങ്ങനെ ഈടൊന്നും ഇല്ലാതെ ഏത് ബാങ്കിൽ നിന്ന് കടം കൊടുക്കൂന്ന്? നടക്കുന്ന കേസല്ലെന്നേ. മാത്രമല്ല, അവളുടെ മകളൊരുത്തി പഠിക്കുന്നുണ്ടല്ലോ നമ്മുടെ അനൂപിന്റെ കോളേജിൽ തന്നെ. ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചതാ. കോളേജ് ഫീസായിട്ട് അടയ്ക്കേണ്ടത് 50,000-ഉം 75,000-ഉം ഒക്കെയാ. പരീക്ഷയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയാലൊന്നും ഫീസിൽ ഇളവ് കിട്ടില്ല. ഒരു വശത്ത് ആ ചിലവ്, അതിനു മുകളിൽ പഠിത്തം പാതി വഴിയിലാക്കിയൊരു പടുമരമാ ശാലിനി. എന്നെ തോൽപ്പിക്കാൻ കളക്ടറാവാൻ നടക്കോ അവള്? അവളിനി പേഷ്കാറായി കഴിയുമ്പോ കടമെല്ലാം വീട്ടാമെന്നായിരിക്കും ശാരദയുടെ മനസ്സിലിരിപ്പ്. പക്ഷേ അവക്ക് കിട്ടാൻ പോകുന്ന IAS വേറെയാ. IAS, ഇന്ത്യൻ അടുക്കള സർവീസ് എന്ന് പറയും. പിന്നെയുള്ളത് ഏറ്റവും മൂത്തവള ശാരിക. പഠിപ്പും ജോലിയും ഉള്ളവർക്ക് തന്നെ കൊള്ളാവുന്ന പയ്യന്മാരെ കിട്ടാത്തപ്പോ കോളേജിന്റെ പടി പോലും കാണാത്തവളെ എത്ര ലക്ഷം കൊടുത്താലും ആണൊരുത്തന്റെ കൂടെ കൈപിടിച്ചിറക്കി വിടാൻ പറ്റുന്ന? 3 അടുപ്പുകല്ല് കൂട്ടിവെക്കാനുള്ളവനും കൊടുക്കണ്ടേ 10ഉം 15ഉം ലക്ഷം? പിന്നെ ആകെ ഒരു പിടിവള്ളി ഉള്ളത് ആ വീട് സ്ഥലവുക. അത് വെച്ച് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ അത് ഗോപാലേട്ടന്റെ പേരിലുവാ. നമ്മളൊരു കേസ് കൊടുത്താ പിന്നെ അതിൽ തൊടാനും ആവില്ല. പിന്നെ എവിടുന്നുണ്ടാക്കും ശാരദ ഇത്രയും പണം? പറ നിങ്ങള്. 3 പെൺമക്കളെയും കൂട്ടി നാട് നീളെ നടന്ന് തെണ്ടോ? ഇല്ലല്ലോ. ഗംഭീരമായിട്ടുണ്ട്. ചേച്ചി ഇത്രയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു അല്ലേ? കാണണമല്ലോ, അതാണ് ഈ രാജേശ്വരി. എടാ, ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേന്നാ പ്രമാണം. ശാരദ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുക, കാലുവെന്ത നായയെ പോലെ. ഓടി ഓടി തളർന്നു വന്ന് വീഴാൻ പോകുന്നത് ഈ രാജേശ്വരിയുടെ കാൽക്കൽ തന്നെയാ. അന്നത്തേക്ക് ഞാൻ കരുതി വെച്ചിരിക്കുക അവക്ക് കൊടുക്കാനുള്ള ചവിട്ട്. രാജേശ്വരിക്ക് മുൻപിൽ താൻ എത്ര ചെറുതായിരുന്നു അന്ന് അവക്ക് മനസ്സിലാവും. ഭൂമിയിൽ ഒരു അടയാളം ബാക്കി വെക്കാതെ ചവിട്ടി തേച്ചു കളയും ഞാൻ ആ പുഴുവിനെ. ആ നിമിഷം കാത്തിരിക്കോ ഞാൻ.
കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. നീ ഈ തട്ടൊന്ന് അടച്ചേ. ആ ശരി. ദാ അമ്മ എവിടെ മോളെ? അടുക്കള ഒതുക്കുക. നിങ്ങളോട് പൊക്കോളം പറഞ്ഞു. അപ്പൊ കഥവ് പൂട്ടണ്ടേ? ഞങ്ങള് ചെയ്തോളാം. ശ്യാം ഇപ്പൊ വരും. വാ. ശരി മോളെ. ഗുഡ് ഈവനിങ്. സാറോ? ആ അതെ, രാജീവ് രംഗനാഥ്. താനിവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി പൊയ്ക്കാണോന്ന്. ഞാനെങ്ങോട്ട് പോവാനാ? അല്ല, അന്ന് ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോ ഇയാളുടെ അനിയത്തി പറഞ്ഞു ഇനി ഇയാളുടെ കൈ കൊണ്ട് അധികകാലം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാന്ന്. ഇയാൾ എങ്ങോട്ടോ പോവാന്ന്. അപ്പൊ പിന്നെ ഇങ്ങോട്ടുള്ള വരവങ്ങ് മതിയാക്കാന്ന് ഞാനും തീരുമാനിച്ചു. അത്രയ്ക്ക് എനിക്കിങ്ങ് ഇഷ്ടപ്പെട്ടു പോയായിരുന്നേ. അല്ലേ, ഇയാളുടെ കൈപുണ്യം. അപ്പൊ അതുകൊണ്ടാണോ സാർ ഇങ്ങോട്ട് കഴിക്കാൻ വരാത്തത്? അങ്ങനെ ഞാൻ പറയാം. ശാരികയില്ലാതെ എനിക്ക് എന്തോന്ന് കുടുംബശ്രീ. ഈ കുടുംബശ്രീയിലെ ശ്രീ പോയാലേ പിന്നെ കുടുംബം മാത്രമേ ബാക്കിയുള്ളൂ. രാത്രി ഇങ്ങോട്ട് കയറി വന്ന് സാഹിത്യം പറയല്ലേ സാറേ. വാ, എന്തെങ്കിലും കഴിക്കാം. സാറിന് നല്ല ക്ഷീണമുണ്ട്. അതിനിവിടെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ശാരിക വാതയടയ്ക്കാൻ വേണ്ടി വന്നേല്ലേ. മുൻപ് ഹോട്ടലിലെ ഭക്ഷണം തീർന്നിട്ട് സാറിന് ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, എന്റെ വിഹിതം. അങ്ങനെയായിരുന്നു എല്ലാത്തിനും തുടക്കം. എന്നെ കുടുംബത്തിലൊരു അംഗമായി കരുതി ഒരാൾക്കുള്ള ഭക്ഷണം മാറ്റിവെക്കാന്ന് ശാരദാമ്മ പറഞ്ഞപ്പോ ഞാനും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അത് പക്ഷെ അവസാനിക്കുന്ന ഇങ്ങനെ ആവൂന്ന് കരുതിയില്ല. മൊത്തം ശോകമാണല്ലോ സാറിന്റെ സംസാരം. തൽക്കാലം സാർ വരണം, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം.